ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ കൃഷികളും പച്ചക്കറിയാണെങ്കിലും അതുപോലെ കറിവേപ്പൊക്കെ നല്ല പൊട്ടിക്കിളിച്ച് നല്ല പോലെ ഇല വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വളമുണ്ട്. നമ്മൾ അധികം പൈസയും മുടക്കല്ല, പക്ഷേ എല്ലാ പച്ചക്കറികൾക്കും എല്ലാത്തിനും നല്ല ഗുണം കിട്ടുന്ന ഒരു ഉപായമാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ളം, പിന്നെ പച്ചക്കറി വേസ്റ്റ്, ഇതെല്ലാം ഒരു ബക്കറ്റിലോ എന്തെങ്കിലും അടപ്പുള്ള എന്തെങ്കിലും ആക്കി നമ്മൾ അടച്ച് വയ്ക്കുക. അങ്ങനെ ഒരാഴ്ച നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് ആ വെള്ളം കൊടുത്താൽ നമുക്ക് എന്തിനും ഇരട്ടി ഫലമാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് കറിവേപ്പാണെങ്കിൽ ഇതുപോലെ പൊട്ടിക്കിളിച്ച് നല്ല പോലെ തിങ്ങിയ ഇല ഉണ്ടാവും. പിന്നെ ഈ ഇവിടുത്തെ കറിവേപ്പിന് നിറയെ അതിൻ്റെ വേര് പോകുന്ന ഭാഗത്തൊക്കെ നിറയെ തൈകൾ ഉണ്ടാകുന്നുണ്ട്. നല്ല മണമുള്ള കറിവേപ്പാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഇത് ചെയ്ത് നോക്കണേ. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്, എന്നാൽ നല്ല ഗുണമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പയറും അങ്ങനെയൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഇരട്ടി എന്തായാലും കിട്ടും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ പറയുന്നത് വെറുതെ അല്ല. അതാണ്ട് ഇത് കണ്ടോ, ഇത് കറിവേപ്പ് ഒരൊറ്റ മരമാണ്, പക്ഷെ പൊട്ടിക്കിളിച്ച് നിറയെ ഇല വന്നിട്ടുണ്ട്. നല്ല മണവും ഇതുള്ള അത് എല്ലാ പച്ചക്കറിക്കാണെങ്കിലും നമുക്ക് ഈ ഒരു വളപ്രയോഗം ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വേസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഒരു ഒരു ബക്കറ്റിനകത്തോ ടിന്നിനകത്തോ ഇട്ട് വെച്ച് ആ വെള്ളം പിന്നീട് നമ്മൾ കുറേശ്ശെ ഓരോ കപ്പിനകത്ത് എടുത്ത് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ഗുണമുള്ളത് നമുക്ക് നല്ല ഉപകാരമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഒടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇലയായിട്ട് ഒടിച്ചെടുക്കരുത്. അപ്പോഴും അങ്ങനെ നമുക്ക് ഒത്തിരി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ തലപ്പ് വശം ഒരു തണ്ട് ഒടിക്കുകയാണെങ്കിൽ അതിൻ്റെ തലപ്പ് വശം എടുത്ത് ഒടിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിറയെ പൊട്ടിക്കിളിച്ചുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ അങ്ങനെ ഒടിച്ചിരിക്കുന്നു. ഞാൻ എപ്പോൾ ഒടിക്കുമ്പോഴും ഇങ്ങനെ ഒരു തലയായിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കും. അങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ആ ഒടിക്കുന്നതിൻ്റെ അവിടെ തന്നെ 3, 4 കൊമ്പും ചില്ലകളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാർക്കും അത്യാവശ്യമുള്ളൊരു കാര്യം പറഞ്ഞാൽ കറിവേപ്പില ഇല്ലാതെ ഒരു കറി ഇല്ല എന്നല്ലേ. അപ്പോൾ അതിന് എനിക്കറിയാവുന്നൊരിത് പറഞ്ഞു തന്നാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. എന്താണ്ടോ ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ ഇവിടെ ഇതാണ്ടോ, ഞാനിങ്ങനെ ഈ ഒരു തണ്ടിൻ്റെ ഇവിടെ വെച്ച് ഒടിച്ചതുകൊണ്ടാണ് ഇവിടെ നിറയെ കൊമ്പും ചില്ലകളും വന്ന് അതിലും ഒത്തിരി ഇല പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ, പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ നല്ല ഫലപ്രദമായ വളം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബായ്.